ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ കൊല്ലുകയാണ്. അതായത് കോങ്കോയിൽ നിന്നാണ് ഈ റിപ്പോർട്ട്. പുതിയ വാർത്ത. നൈജീരിയ കഴിഞ്ഞ് ഇപ്പൊ കോങ്കോയിലെ. അതെ, നമ്മള് ബുർക്കിന ഫാസോ മറ്റേ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ കൂട്ടത്തോടെ ക്രിസ്ത്യാനികളെ ഈ IS-മായി ബന്ധപ്പെട്ട ആളുകൾ കൊല്ലുന്നത് നേരത്തെ. ഇവിടെ ഇന്ന് വരെ ദൈവം സഹായിച്ച് ഒരൊറ്റ ചാനലിൽ വാർത്ത വന്നിട്ടില്ല. ഈ കൂട്ടക്കൊല നടന്ന സമയങ്ങളിലെല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നൈജർ, ബുർക്കിന ഫാസോ എല്ലാം നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ അവിടെ കൊല്ലപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളുടെ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വാർത്തയായിട്ടില്ല. കാരണം ഇവിടെ വാർത്തയാവുന്നത് അങ്ങ് പോകുന്ന വഴിക്ക് ഒരു കന്യാസ്ത്രീയെ തുറിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ അത് കോങ്കോയിൽ കൂട്ടക്കൊല ചെയ്തിരിക്കുന്ന ഒരു പള്ളിയുടെ അകത്ത്, കത്തോലിക്ക പള്ളിയുടെ അകത്ത് 43 പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു ഇന്നലെ പുലർച്ചെ 1 മണിക്ക്. എന്നിട്ട് അതിവിടെ വാർത്തയുമില്ല, ചർച്ചയില്ല. കോങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മലയാള മനോരമയിലൊക്കെ കോങ്കോ വളരെ പ്രധാനപ്പെട്ട സ്ഥലം. എന്തുകൊണ്ടാണെന്നറിയോ? അവിടെ ബാബു ചെങ്ങന്നൂർ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് എഡിറ്റർ ഉണ്ടായിരുന്നു മുമ്പ്. അദ്ദേഹം കോങ്കോ യുദ്ധം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് മനോരമയിൽ നിന്ന്. കോങ്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും പരിഗണിക്കാത്തൊരു സ്ഥലമല്ലേ സത്യത്തില്. ഇത് ഈ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ ഇസ്ലാമിക ഭീകരന്മാർ, അതുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാത്തത്. കൊന്നത് മുസ്ലിം ഭീകരന്മാരാണെന്ന് പറയണം. അതിന് ഇവർക്ക് നാവ് വഴങ്ങില്ല. 2024 മാത്രം 50ഓളം രാജ്യങ്ങളിലായിട്ട് 4476 ക്രൈസ്തവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം ഇതിൻ്റെ പല മടങ്ങ് വരും. അതെ, ഇപ്പോൾ ഇതില് പള്ളിയുടെ അകത്തും പുറത്തും ജഡങ്ങൾ കാണുന്നുണ്ട്. ഈ ജഡങ്ങളുടെ ഒരു വിശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജഡങ്ങളും കത്തിച്ച നിലയിലാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് കത്തിച്ച് കാവലിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പള്ളി കത്തിച്ചിട്ട്. അങ്ങനെയാണ് കത്തിച്ച നിലയിലും ജഡങ്ങൾ കാണപ്പെടുന്നത്. ഈ റോമൻ കത്തോലിക്ക വിശ്വാസികളെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സസ് ADF എന്ന് പറഞ്ഞ സംഘടനയാണ്. IS-ഉമായിട്ട്, ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സംഘടനയാണിത്. കുറച്ചുകൂടി അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഉഗാണ്ടയിലാണ് ഇത് 1990-കളിൽ ഈ ADF എന്ന് പറഞ്ഞ സംഘടന, ഈ ഇസ്ലാമിക സംഘടന നിലവിൽ വന്നത്. ഉഗാണ്ടയിൽ പട്ടാളം ഇതിനെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോഴാണ് ഇത് അതിർത്തി കടന്ന് കോങ്കോയിൽ വന്നത്. എന്നിട്ട് അതിർത്തി പ്രദേശത്താണ് ഇതിങ്ങനെ ഇപ്പോൾ വളരുന്നത്. ആ ഇത്തൂരി എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഈ പള്ളി, റോമൻ കത്തോലിക്ക പള്ളി ഇരിക്കുന്നത്. ആ ഇത്തൂരി പ്രവിശ്യയിൽ ആഴ്ചകൾക്ക് മുമ്പും ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തിരുന്നു. ഇത് ആദ്യത്തേതല്ല, ഇത് പള്ളിയുടെ അകത്താന്നേ ഉള്ളൂ. ചുറ്റുമുള്ള കടകൾ കത്തിച്ചു, വീടുകൾ കത്തിച്ചു. അപ്പോൾ 2002-ലാണ് ADF കോങ്കോയിലേക്ക് വരുന്നത്, ഉഗാണ്ടയിൽ നിന്ന്. അപ്പോൾ ഉഗാണ്ടയിൽ വലിയ പട്ടാള സമ്മർദ്ദം ഇതിൻ്റെ പുറത്തുണ്ടായിരുന്നു. ഇത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ADF എന്ന് പറഞ്ഞാൽ കോങ്കോയെ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറ്റണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ നിന്ന് ഇവരുടെ ശല്യം കാരണം നാട്ടുകാർ ബുനിയ എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് പലായനം ചെയ്യുന്നുണ്ട്. ഈ ഇത്തൂരി എന്ന് പറഞ്ഞ പ്രവിശ്യയിൽ നിന്ന്. ഈ M23 എന്ന് പറഞ്ഞൊരു വിമത ഗ്രൂപ്പും ഈ ഇവിടെ ഉണ്ട്. അത് റുവാണ്ട പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിമത ഗ്രൂപ്പാണ് ഇവിടെയുള്ളത്. റുവാണ്ടയിൽ നിന്ന് പിന്തുണയോടുകൂടി M23 എന്ന് പറഞ്ഞിട്ടൊരു ഭീകര ഗ്രൂപ്പും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അക്രമികൾ പള്ളിക്ക് തീയിട്ടു, വെടിവെച്ച് ഒരു 20ഓളം പേരെ കൊന്ന ശേഷം 21 പേര് പള്ളിക്കകത്ത് തന്നെ വെടിയേറ്റ് വീഴുകയാണ് ചെയ്തത്. ആകെ 43 പേരിൽ അവരുടെ വീടുകളും കത്തിച്ചു. അപ്പോൾ ഫാദർ എയ്മെ ലോക്ന ധേഗോ എന്ന വൈദികൻ പറയുന്നത് 31 കൊല്ലപ്പെട്ട ആളുകളും യൂക്കാരിസ്റ്റിക് ക്രുസൈഡ് മൂവ്മെൻറ്റിലുള്ള ആളുകളാണ്, ഈ വിശ്വാസികളാണ്. 6 പേര് വേറെ വിശ്വാസികളാണ്, ഈ ഗ്രൂപ്പിൽപ്പെട്ടവരല്ല. കുറേ യുവാക്കളെ റാഞ്ചിക്കൊണ്ട് പോയിട്ടുണ്ട് ഇസ്ലാമിക സംഘം. നഗരത്തിൻ്റെ പല ഭാഗത്തു നിന്നും 7 ജഡം വേറെ കിട്ടിയിട്ടുണ്ട് ഇതേ ദിവസം.
വേറെ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, കാണുമ്പോഴൊക്കെ വെടിവെച്ചിട്ടുണ്ട്. അങ്ങനെ ആകെ 43 UN പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന റേഡിയോ ഒക്കാപ്പി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. കിഴക്കൻ കോങ്കോയിലാണ് ഈ പ്രദേശം. കുമോണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെ പള്ളിയിലാണ് ഈ കൂട്ടക്കൊല നടന്നിരിക്കുന്നത്. ഇത്തുരി പ്രവിശ്യയിൽ സംഘർഷഭരിതമാണ് ഇത്തുരി എന്ന് പറഞ്ഞ പ്രവിശ്യ. ക്രിസ്ത്യാനികൾ നിരന്തരം അവിടെ സംഘർഷത്തിലാണ്. ഈ മുസ്ലിം ഗ്രൂപ്പിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആക്രമണത്തിൽ നിന്ന്. അപ്പോൾ 1990-കളിൽ ഉഗാണ്ടയിൽ ഇത് രൂപമെടുത്തത് മുസ്ലിങ്ങൾക്കെതിരായ പീഡനത്തെ തുടർന്നാണ് എന്നാണ് പറയപ്പെടുന്നത്. ആര് പീഡിപ്പിക്കാനാണ്? കാരണം അതൊക്കെ തമ്മിലായിരിക്കും. അതെ, അങ്ങനെയായിരിക്കും. ഷിയ മുസ്ലിം സംഘർഷമൊക്കെ ആയിരിക്കും. 2001 പട്ടാളം ഇവർക്കെതിരെ നീങ്ങിയപ്പോൾ കോങ്കോയിലെ നോർത്ത് കിവു പ്രദേശത്ത് ഇവരെത്തി. 2002 വടക്കൻ കിവുവിൽ. ഇവരുടെ നേതാവ് മൂസ സേക്കു ബലൂക്കർ എന്ന് പറഞ്ഞൊരാളായിരുന്നു. അയാളെ പിടിച്ച് ജയിലിലിട്ടു. അയാളിപ്പോൾ ജയിലിലാണ്. അപ്പോൾ അയാൾ ജയിലിലായി കഴിഞ്ഞപ്പോൾ ജമീൽ മുക്കുലു 2015 ഈ നേതൃത്വം ഏറ്റെടുത്തു, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്. എന്നിട്ട് അയാളാണ് ഇതിനെ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് കൂട്ടിയിണക്കുന്നത്. 2019 IS ഞങ്ങളുടെ അഫിലിയേറ്റ് സംഘടനയാണ് ഇതെന്ന് അംഗീകരിക്കുന്നത്, പരസ്യമായിട്ട് പറയുന്നത്. IS സെൻട്രൽ ആഫ്രിക്ക പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ IS അവിടെ പ്രവർത്തിക്കുന്നത്. IS ഖൊറാസാൻ എന്നൊക്കെ പറയുന്ന പോലെ ആഫ്രിക്കയിൽ IS സെൻട്രൽ ആഫ്രിക്ക പ്രൊവിൻസ് ഇസ്കാപ്പ് പേരിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. 2020 ഒക്ടോബറിൽ ബെനി ജയിലിൽ ഒരു ആക്രമണം നടത്തി ഇസ്ലാമിക് സ്റ്റേറ്റ്. എന്നിട്ട് ബെനി ജയിലിൽ നിന്ന് 1000 പേരെ കുറ്റവാളികളെ മോചിപ്പിച്ചു. ജയിൽ തുറന്നു വിട്ടിട്ട് 1000 കുറ്റവാളികളെയും കൊണ്ടുപോയിട്ട് മറ്റേ ISൽ ചേർക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. ഇപ്പം മൊസാംബിക്ക്, താൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും ഇത് പടരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇപ്പം ഇന്ത്യക്കാരെ റാഞ്ചി കൊണ്ടുപോകുന്നില്ലേ, സെനഗൽ, നൈജർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ. ഇതൊക്കെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരാണെന്ന് റിപ്പോർട്ടുകൾ വായിച്ചാൽ അറിയാം. 2 മാസം മുമ്പ് 5 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് 3 പേരെ തട്ടിക്കൊണ്ടുപോയി. ഇപ്പം 2 പേരെ കാണാനില്ല. ഇവരെയൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. കഴിഞ്ഞ 3-4 മാസമായിട്ട് തട്ടിക്കൊണ്ടുപോയ ഇന്ത്യക്കാരെയും കിട്ടിയിട്ടില്ല. നമ്മൾ ക്രിസ്ത്യൻ കൂട്ടക്കൊല പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പല കമ്പനികളും അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് ആളുകളെ അയക്കുന്നുണ്ട്. ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയൊക്കെയാണ് അയച്ചിട്ടുള്ളത്. അത് സാധാരണ തൊഴിലാളികളാണ്. അതുകൊണ്ടാണ് അവരെ പറ്റിയൊന്നും ഇവിടെ മാധ്യമങ്ങൾ പരിഗണിക്കാത്തത്. സാധാരണ മനുഷ്യരെ പറ്റി പറഞ്ഞിട്ട് അവരുടെ ജീവൻ എന്ത് വില. അപ്പം മൊസാംബിക്കിലും താൻസാനിയയിലും ഒക്കെ ഇപ്പം ഇസ്ലാമിക് സ്റ്റേറ്റ് വ്യാപിക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഒക്കെ ഒരു കാലത്ത് ക്രൈസ്തവ ജനസംഖ്യ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. കോങ്കോ ഒരു റോമൻ കത്തോലിക്ക രാജ്യമാണ് ശരിക്കും. കാരണം അവിടെ 10% മുസ്ലിങ്ങളുള്ളൂ ഇപ്പോഴും. എന്നിട്ടാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഇസ്ലാമിക് സ്റ്റേറ്റ് വന്നിട്ട് ചില സ്ഥലമൊക്കെ പിടിച്ചടക്കുന്ന പോലെയൊക്കെ വന്നിരിക്കുന്നത്. മേയിൽ ബെനിയിൽ 2 വൈദികരെ കൊന്നിരുന്നു. അപ്പൊ തെരഞ്ഞെടുപ്പിച്ച് വൈദികരെയും കൊല്ലുന്നുണ്ട് അവിടെ. 2012 3 വൈദികരെ റാഞ്ചിയിരുന്നു കോങ്കോയിൽ. എംബാവോ കോൺവെന്റിൽ നിന്നാണ് ആ വൈദികരെ റാഞ്ചിയിരുന്നത്. എന്ന് പറയുമ്പോൾ ക്രൈസ്തവരെ തന്നെ വൈദികരെ ലാക്കാക്കി ഇപ്പോൾ പള്ളിയുടെ അകത്ത് അക്രമം നടന്നിരിക്കുന്നു. 43 പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു. ഇത് കേരളത്തിലെ ക്രൈസ്തവർ അറിയാൻ പോകുന്നില്ല, അറിഞ്ഞാലും മിണ്ടാൻ പോകുന്നില്ല. ദീപിക പത്രത്തിൽ വാർത്തയും ആവില്ല, എഡിറ്റോറിയലും ആവത്തില്ല. ഒരു നാട്ടിലെ ഒരു മാധ്യമവും ഒരു സ്ക്രോൾ ചെയ്തു പോലും കാണിക്കത്തില്ല. ദീപിക പത്രം ആ കന്യാസ്ത്രീമാരുടെ കേസിൽ വലിയ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്, കേന്ദ്രത്തിനൊക്കെ എതിരെ. ദീപിക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രീയം പറയുകയാണ്. രാഷ്ട്രീയം പറയുക എന്ന് പറഞ്ഞാൽ BJP വിരുദ്ധ രാഷ്ട്രീയം അതിശക്തമായി തേച്ചു മിനുക്കുകയാണ്. കാരണം തെരഞ്ഞെടുപ്പായപ്പോൾ
രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാഹുൽ ഗാന്ധി ചങ്ങനാശ്ശേരിയിൽ ബിഷപ്പുമായിട്ട് സഭയുമായിട്ട് സംസാരിച്ചു ഒരു കരാർ ഒപ്പിട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ദീപികയ്ക്ക് അതിന്റെ ഒരു മാറ്റമുണ്ട്. അതെ, ആ മാറ്റമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.